ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ക്രാഫ്റ്റ് വർക്കിന് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് 3D ഔട്ട്ലൈനർ. അത് നമുക്ക് എംബ്രോയിഡറിക്കും ബോട്ടിൽ ആർട്ടിനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഈ പെയിൻറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി എടുക്കുകയാണ്. അതായത് ഈ മെഹന്തിയുടെയൊക്കെ കോൺ കണ്ടിട്ടില്ലേ, അതേപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. ഇതിങ്ങനെ കോൺ പോലെ ആക്കിയിട്ട് സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം, എന്നാലും അത് ഫിക്സ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സെലോ ടേപ്പാണ് എടുത്തേക്കുന്നത്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെലോ ടേപ്പ്. അപ്പോൾ അത് ഞാൻ ആദ്യമേ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് എടുക്കാനായിട്ട്. സെലോ ടേപ്പ് ഇങ്ങനെ ആ ജോയിൻസിലെല്ലാം ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലേ അത് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. കാരണം നമ്മൾ പിന്നീട് ഇങ്ങനെ പ്രസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അത് നന്നായിട്ട് ഇരിക്കണമെങ്കിൽ ഇങ്ങനെ എല്ലായിടത്തും സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ അകത്തും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ജോയിൻറ്റ് വരുന്നിടത്ത് അകത്തും സെലോ ടേപ്പ് പറ്റുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പെയിൻറ്റ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ പുറത്തേക്കൊന്നും ചാടിപ്പോവില്ല. പിന്നെ മുകളിലേക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെ ആവശ്യത്തിന് കോൺ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യാൻ തുടങ്ങാം. ഈ പെയിൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് പൗഡറാണ്. പൗഡർ എന്ന് പറയുമ്പോൾ ഏത് പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാം. ബേബി പൗഡറോ അല്ലെങ്കിൽ നോർമൽ പൗഡറോ ഉപയോഗിക്കാം. അതിലേക്ക് കുറച്ച് ഫെവിക്കോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എന്തോരം വേണം ക്വാണ്ടിറ്റി എന്നുള്ളത് ഞാനിത് മിക്സ് ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. നമ്മൾ എടുക്കുന്ന പൗഡർ ഡേറ്റ് കഴിഞ്ഞതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പൗഡർ എടുക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ഫൈൻ പാർട്ടിക്കിളാണ്, നല്ല പൊടി പോലെയല്ല ഇരിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലൂവിൻ്റെ ഒപ്പം അത് മിക്സ് ആയി കഴിയുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ നല്ല ഭംഗിയിലിരിക്കാൻ വേണ്ടിയിട്ടാണ് പൗഡർ എടുക്കുന്നത്. ഇനി ഇത് നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. ഒത്തിരി ലൂസായി പോകാനും പാടില്ല, ഒത്തിരി അങ്ങ് കട്ടിയാവാനും പാടില്ല. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഒത്തിരി കട്ടിയാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഫെവിക്കോൾ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ലൂസായി പോകാൻ തോന്നുവാണെങ്കിൽ കുറച്ച് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ടൂത്ത് പിക്ക് ഇട്ടിങ്ങനെ എടുക്കുമ്പോൾ അത് വീഴരുത്, താഴത്തേക്ക് കുനിക്കുമ്പോൾ വീഴാത്ത ആ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. അപ്പോൾ ഇതാണ് ഈ ഔട്ട്ലൈനറിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കളറിൽ കിട്ടും. പിന്നെ കളർ ചേർക്കുമ്പോൾ കുറച്ച് ആദ്യം ചേർത്ത് വെക്കുക, കാരണം ഇതൊന്ന് ഡ്രൈ ആവുമല്ലോ. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ കുറച്ച് ഡാർക്ക് കളറായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത്രയും ലൈറ്റായിട്ട് ഇപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ആ യെല്ലോ കളറിലേത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കട്ടിയായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിത് കോണിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കോണിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശരിക്കും അകത്തേക്ക് അങ്ങ് വീഴുന്ന രീതിക്ക് ഒഴിക്കുക, കാരണം ഇത് ഗ്ലൂ ആയതുകൊണ്ട് മുകളിലൊക്കെ വീഴുമ്പോഴേക്കും അത് പറ്റിപ്പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം അകത്തേക്ക് ആക്കി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഔട്ട്ലൈനറിൻ്റെ പഴയ ട്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലാക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ പെയിൻറ്റ് ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മുഴുവൻ പെയിൻറ്റ് ഒഴിക്കാതെ കുറച്ച് സ്ഥലം വിട്ടിട്ട് ഒഴിക്കാം. എന്നിട്ട് ഈ പെയിൻറ്റ് താഴത്തേക്ക് ശരിക്കും പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തിട്ട് മോൾ വശത്ത് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ പെയിൻ്റൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കണം. ക്ലോസ് ചെയ്തിട്ട് നമ്മൾ സെലോ ടേപ്പ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സെലോ ടേപ്പ് കുറച്ച് നേരത്തെ മുറിച്ച് വെച്ചേക്കാം. അപ്പോൾ ഇതേപോലെ കോണാക്കി കഴിഞ്ഞിട്ട് വേഗം സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പുറത്തുനിന്ന് ഇത് വാങ്ങിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വീട്ടിലുണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അത്യാവശ്യം ക്രാഫ്റ്റുകൾക്കൊക്കെ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇഷ്ടമുള്ള കളറിലൊക്കെ 3D ഔട്ട്ലൈനർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ബാക്കി വന്ന മിക്സിലേക്ക് കുറച്ച് ബ്ലൂ കളർ കൂടി ഒഴിച്ചു കേട്ടോ. ബ്ലൂ കളർ ഒഴിക്കുമ്പോൾ ഒരു ഗ്രീൻ കിട്ടുമല്ലോ. അപ്പോൾ ഒരു ഗ്രീനിഷ് ബ്ലൂ ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതും ഇനി അടുത്തൊരു കോണിലേക്ക് ഞാൻ ആക്കി കൊടുക്കുകയാണ്. പിന്നെ ഈ ഔട്ട്ലൈനറിൽ തന്നെ ഒരു ഗ്ലിറ്ററിങ് ടൈപ്പും വരുന്നുണ്ട്. അപ്പോൾ ആ ഗ്ലിറ്ററിങ് ടൈപ്പിന് വേണ്ടിയിട്ട് ഈ സെയിം ബേസിലേക്ക് തന്നെ കുറച്ച് ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പിങ്ക് കളറിലെ ഗ്ലിറ്റർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് എടുത്തത്. അത് എടുത്തിട്ട് നമുക്ക് ശരിക്കും അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഗ്ലിറ്ററിന് ഓൾറെഡി ഒരു കളർ ഉണ്ടല്ലോ, ആ കളർ നമ്മുടെ ഈ മിക്സിലേക്ക് കിട്ടും. ഇനി അത് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല. കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തപ്പോൾ തന്നെ ഒരു പിങ്കിഷ് ഷെയ്ഡ് വന്നായിരുന്നു അതിന്. അപ്പോൾ ഇതേപോലെ ഈസി ആയിട്ട് തന്നെ ഔട്ട്ലൈനർ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഒരു 25 രൂപ എന്തോ ആണ് ഒരു ട്യൂബിന് വരുന്നത്. അപ്പം നമുക്ക് ഇതേപോലെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം ഉപയോഗിക്കാമല്ലോ. ഇതാ അപ്പോൾ 5 കളറിലെ ഔട്ട്ലൈനർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിന് നമുക്ക് ഇതിൻ്റെ ആ ടിപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, എന്നാലേ ആ പെയിൻറ്റ് അതിൽ കൂടി വരുള്ളൂ. അപ്പോൾ ആവശ്യത്തിനൊന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഒരു പേപ്പറിൽ എന്തെങ്കിലും. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ട ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഇനി പെയിൻറ്റ് വരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പെയിൻറ്റ് കറക്റ്റായിട്ട് വന്നോളും. പിന്നെ ഇത് ഓരോ തവണ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ തുമ്പത്ത് സെലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഗ്ലൂ ആയതുകൊണ്ട് അത് പെട്ടെന്ന് അതിൻ്റെ തുമ്പിൽ കട്ടയായി പോകും. ഇനി നമുക്ക് ഇതൊരു ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഒരു ബേസ് കോട്ട് ബ്ലാക്ക് കളർ ജെസ്സോ അടിച്ചിട്ടുള്ള ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൽ ഞാനിങ്ങനെ ഒരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന 3D ഔട്ട്ലൈനർ പോലെ തന്നെ നല്ല ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട്. അപ്പോൾ ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ജെസ്സോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതൊന്ന് കയറി നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്